ചില സിനിമകളുണ്ട് തിയേറ്ററിൽ വലിയൊരു വിജയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാഞ്ഞിട്ട് OTTയിൽ പുറത്തിറങ്ങി ആ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു റിഗ്രറ്റ് തോന്നും ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ആ സിനിമകളൊക്കെ ഒരു മിനിമം 50 കോടിയെങ്കിലും അർഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും കിട്ടാതെ പോകുന്നുണ്ട്. അങ്ങനെ കിട്ടാതെ പോയിട്ടുള്ള കുറച്ച് സിനിമകളാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ എടുത്തിട്ടുള്ളത്. അതിന് കാരണങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് പൊന്മാൻ എന്ന ബേസിൽ ജോസഫ് ചിത്രമാണ്. ആ ഒരു ചിത്രത്തിന് ഒരു വലിയ വിജയം നേടിയെടുക്കാൻ പറ്റാഞ്ഞത് ആ ഒരു ടൈമിൽ ജയ് ജയ് ഹേ പോലുള്ള അല്ലെങ്കിൽ സൂക്ഷ്മദർശിനി പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ബേസിലിൻ്റെ പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്റർ റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കണ്ടിന്യൂസ് ഹിറ്റ് പ്രതീക്ഷിച്ച ആ ഒരു ചിത്രത്തിന് അത് ഹിറ്റ് കിട്ടിയില്ലായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത മാസം തന്നെയായിരുന്നു പൊന്മാൻ റിലീസിന് എത്തിയിട്ടുള്ളത്. പലവരും ഈ ഒരു ചിത്രം റിലീസിന് എത്തിയത് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിരുന്നു. ബട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് പലവരും അറിഞ്ഞില്ല. പിന്നെ ഒരുപാട് മൗത്ത് പബ്ലിസിറ്റിയിലോട്ട് ഈ ഒരു ചിത്രം പോയിട്ടില്ല. ജസ്റ്റ് ഒരു ഹിറ്റ് സ്റ്റാറ്റസ് മാത്രമായിരുന്നു ഈ ഒരു ചിത്രത്തിനത് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. OTTക്ക് ശേഷം ഭയങ്കര ഇതുള്ള പ്രശംസയും കാര്യങ്ങളൊക്കെ തന്നെ ബേസിലിൻ്റെ ആ ഒരു ക്യാരക്ടറിനും ആ ഒരു ആക്ടിങ്ങിനൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ ഒരു മിനിമം 50 കോടി രൂപയെങ്കിലും ആ ഒരു അർഹതപ്പെട്ട ഒരു ചിത്രമായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന് കിട്ടിയില്ല. അടുത്ത ചിത്രമാണ് വാഴ. ഈ ഒരു ചിത്രത്തിനായാലും ഒരു 50 കോടി ഡിസർവിങ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന് കിട്ടിയില്ല. അതിന് കാരണം ആ ഇറക്കിയ ടൈമാണെന്ന് ഒരിക്കലും പറയില്ല. ഹാഷർ എന്ന ഫാക്ട് വഴി കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം ഹൈപ്പ് ഈ ഒരു ചിത്രത്തിന് കിട്ടി. അതിലെ ഒരു മികച്ചൊരു കണ്ടന്റും നല്ലൊരു മേക്കിംഗ് സ്റ്റൈലും ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ആ ഒരു കളക്ഷനിലും ചിത്രത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ നുണക്കുഴിക്കൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് കളക്ഷനൊക്കെ കിട്ടിയോണ്ടൊക്കെ തന്നെ വാഴയ്ക്കും അത്യാവശ്യം കളക്ഷനും പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 10 കോടി രൂപ വ്യത്യാസത്തിലാണ് ഈ ഒരു ചിത്രത്തിന് 50 കോടി മിസ്സായത്. ഏകദേശം ഒരു 41 കോടി രൂപയൊക്കെ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രമായാലും അത്യാവശ്യം 50 കോടി തന്നെ ഡിസർവിങ് ആയിരുന്നു. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം ഇറക്കിയ ടൈമും അത്ര അടിപൊളിയാണെന്ന് ഞാൻ പറയത്തില്ല. ഏകദേശം 35 കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് 15 കോടി രൂപയ്ക്കാണ് ചിത്രത്തിന് 50 കോടി കളക്ട് ചെയ്യാൻ പറ്റാതെ പോയത്. അതിന് ആ ഒരു ടൈമിൽ ഈ ഒരു ചിത്രത്തിൻ്റെ കോമ്പറ്റീഷൻ ആയി നിന്നിട്ടുള്ളത് പ്രേമലും ബ്രഹ്മയും എന്നീ ചിത്രങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചിത്രവും അടിച്ചു. എങ്കിലും ഈ ഒരു ചിത്രത്തിന് അന്ന് ഒരു ഫസ്റ്റ് ഹാഫ് കിടിലമാണെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു ക്ലൈമാക്സ് ഒക്കെ കൂടുതലും പ്രെഡിക്റ്റബിൾ ആയിപ്പോയി. അല്ലായിരുന്നു ഒരു ഹ്യൂജ് റെസ്പോൺസിലോട്ട് ഈ ഒരു ചിത്രത്തിനെത്തി ഒരു സുഖമായിട്ട് മാക്സിമം 50 കോടിയൊക്കെ അടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിത്രമായിരുന്നു. അടുത്ത ചിത്രമാണ് ദിലീപേൻ്റെ ബബ്ബ എന്ന ചിത്രം. അപ്പോൾ പലവരും ചോദിക്കുന്ന കാര്യമാണ് ഇതുപോലുള്ള കിടില കണ്ടന്റ് ചിത്രങ്ങളൊക്കെ അത് 50 കോടി അടിക്കാൻ കാരണമുണ്ട്. ഈ ഒരു ചിത്രത്തിൽ എന്ത് തേങ്ങ ഇരുന്നിട്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന്. ഈ ഒരു ചിത്രത്തിന് അന്ന് 50 കോടി ഏകദേശം ഒരു 47 കോടി രൂപയ്ക്ക് അടുത്തോളം എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 50 കോടിയൊക്കെ ഒരു ഹൈപ്പ് വെച്ച് ഈ ഒരു ചിത്രത്തിനെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിലായിരുന്നു സർവ്വമായ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിനായാലും അന്ന് 50 കോടി മിസ്സായി പോകാൻ കാരണം. ആ ഒരു ഹൈപ്പ് വെച്ചൊരു മാക്സിമം 50 കോടി അടിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയായിരുന്നു. അടുത്ത ചിത്രമാണ് സന്ദീപിൻ്റെ എക്കോ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ഇറക്കിയ ടൈം ഒരു കിടിലൻ ടൈമാണെന്ന് ഞാൻ പറയും. കാരണം അന്ന് വിലായത്ത് ബുദ്ധിയുടെ ഒക്കെ കൂടെ റിലീസ് വെച്ചിട്ടുണ്ടായിരുന്നു. കളങ്കാവിൻ്റെ റിലീസ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം തന്നെ ബെനിഫിറ്റ് അടിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലായിരുന്നു. കാരണം വിലായത്ത് ബുദ്ധിക്ക് അത്ര മികച്ച റെസ്പോൺസ് അല്ല കിട്ടിയിട്ടുള്ളത്. പക്ഷേ എക്കോയ്ക്ക് എക്സ്ട്രീം ലെവൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ നിന്ന് ഏകദേശം 49 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 1 കോടി രൂപയുടെ വ്യത്യാസത്തിലെങ്ങാണ്ടാണ് ഈ ഒരു ചിത്രം 50 കോടി ക്ലിയർ തിയേറ്ററിക്കലിൽ നിന്ന് മിസ്സായിട്ടുള്ളത്. ബട്ട് ബിസിനസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ചിത്രം ഭയങ്കര ലാഭം തന്നെയാണ്. വേണമെങ്കിൽ സന്ദീപിൻ്റെ കിരിലായത്തെ 50 കോടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലുള്ളൊരു കിടിലം പടം തന്നെയായിരുന്നു എക്കോ എന്ന ചിത്രം. ആ ഒരു ടൈമിൽ റിലീസിന് എത്തിയതുകൊണ്ട് കൂടി തന്നെയാണ് ഇത്രയും മികച്ചൊരു വിജയമൊക്കെ നേടാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ ഒരു പൊൻപാൻ്റെ അവസ്ഥയൊക്കെ കിട്ടേണ്ട ഒരു ചിത്രത്തിന് മികച്ചൊരു കളക്ഷനൊക്കെ നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അടുത്ത ചിത്രമാണ് ചത്താ പച്ച എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഒരു ഷുവർ ഷോട്ട് 50 കോടി തന്നെയായിരുന്നു. വേണമെങ്കിൽ 100 കോടി ക്ലിയർ ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പക്ഷേ ആ ഒരു ക്യാമിയോ റോൾ മമ്മൂക്കയുടെ ക്യാമിയോ റോൾ വന്നതോടുകൂടി തന്നെ ചിത്രം ഭയങ്കര രീതിയിൽ ഡൗൺ ആയി. കിട്ടേണ്ട കളക്ഷൻ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു. ഏകദേശം 28 കോടി രൂപയാണ് ഫൈനൽ കളക്ഷനായി കിട്ടിയിട്ടുള്ളത്. ആ ഒരു ക്യാമിയോ ഒഴിച്ചു നിർത്തിയിരുന്നെങ്കിൽ മികച്ചൊരു ഷുവർ ഷോട്ട് 50 കോടി തന്നെയായിരുന്നു ഈ ഒരു ചത്താ പച്ച എന്ന ചിത്രം. അടുത്ത ചിത്രമാണ് പടക്കള. പലവരുടെയും ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു ചിത്രം, പലവർക്കും തിയേറ്റർ വാച്ച് മിസ്സായിട്ടുള്ളതും ഈ ഒരു സിനിമ കണ്ട് പലവരും റിഗ്രറ്റ് അടിച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രം ഇറങ്ങിയ ടൈം ഭയങ്കര ഒരു ടൈം തന്നെയായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഈ ഒരു ചിത്രത്തിൻ്റെ ക്ലാഷ് ഉണ്ടായിരുന്നത് ആസിഫലിയുടെ സർക്കിട്ട്, ദിലീപേൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി, പിന്നെ ഈ ഒരു പടക്കളം എന്ന ചിത്രവും. അന്ന് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഉണ്ടാക്കിയ നെഗറ്റീവ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു നെഗറ്റീവ് റിവ്യൂസിന് പകരം ഓഡിയൻസിൻ്റെ വക മൗത്ത് പബ്ലിസിറ്റി വഴി പോസിറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ എല്ലാവരും ആ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് കയറി ആ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു സൂപ്പർ ഹിറ്റ് വിജയമൊക്കെ നേടാൻ സാധിച്ചു. പക്ഷേ പടക്കളം ചിത്രത്തിന് അപ്പോഴും ഒരു ആവറേജ് അല്ലെങ്കിൽ കൊള്ളാം എന്നുള്ള റെസ്പോൺസേ ഉള്ളായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഹൈപ്പ് ഫാക്ടർ അല്ല. കാണുന്നവരൊക്കെ കൊള്ളാമെന്ന് പറയുന്നതല്ലാതെ ഈ ഒരു ചിത്രം തിയേറ്ററിക്കൽ വാച്ചിന് പറ്റിയിട്ടുള്ളൊരു റെസ്പോൺസ് ഒന്നും എല്ലായിടത്തുനിന്നും വന്നില്ല. പക്ഷേ മൗത്ത് പബ്ലിസിറ്റി വഴി അത്യാവശ്യം എല്ലാവരും കണ്ടു. അങ്ങനെ ഈ ഒരു ചിത്രം ഏകദേശം 17 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ OTTയിൽ കണ്ടവർക്ക് പലവർക്കും റിഗ്രറ്റ് അടിക്കാനുള്ള കാരണം ഇതുപോലൊരു കിടിലൻ തിയേറ്ററിലെ എക്സ്പീരിയൻസ് ആണ് മിസ്സായെന്നാണ്. അടുത്ത ചിത്രമാണ് ഈ വർഷം തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള മോഹിനിയാട്ടം എന്ന ചിത്രം.
ചിത്രം. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന് വമ്പൻ കോമ്പറ്റീഷൻ കാണും. ഇവരുടെ ഒരു ധൈര്യം കാണുന്ന ഈ ഒരു കോണ്ടന്റിൻ്റെ ബലത്തിൽ മാത്രമാണ് എടുക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമായിരിക്കും ഇതെന്ന്. അത് പറഞ്ഞ പോലൊക്കെ തന്നെ ഉണ്ടായി. വാഴ 2വിൻ്റെ അത്രയും വലിയൊരു സക്സസ്സിന് അല്ലെങ്കിൽ അത്രയും വലിയൊരു ഹിറ്റ് നടക്കുന്ന സമയത്ത്, കൂടാതെ പള്ളിച്ചാട്ടമ്പി പോലുള്ളൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഇറങ്ങുന്ന ടൈമിൽ മോഹിനിയാട്ടം പോലുള്ള വേറൊരു ചെറിയ ബഡ്ജറ്റ് ചിത്രം തിയേറ്റർ റിലീസിനെത്തി. ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസിന് മുമ്പേ ചിത്രത്തിൽ നായകനായിട്ടുള്ള സൈജു കുറുപ്പ് പറഞ്ഞിട്ടുള്ളത് ആട് 3ക്ക് ഫസ്റ്റ് ഡേ കിട്ടിയ വേൾഡ് വൈഡ് കളക്ഷൻ ഫൈനൽ കളക്ഷനെ ഈ ഒരു ചിത്രത്തിന് കിട്ടിയാലും ഞങ്ങൾ ഹാപ്പിയാണെന്നാണ്. ഈ ഒരു ചിത്രം ജസ്റ്റ് 6 കോടി രൂപ ബഡ്ജറ്റിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പ്രൊഡ്യൂസറിന് ലാഭമായിട്ട് ഏകദേശം 12 കോടി രൂപ കിട്ടി. തിയേറ്ററിക്കൽ ഗ്രോസ് ആയിട്ട് കേരളത്തിൽ നിന്ന് 27 കോടി രൂപ, അങ്ങനെ ടോട്ടൽ 35 കോടി രൂപ. ഒരുപക്ഷെ വാഴ 2വിൻ്റെ അത്രയും വലിയൊരു സക്സസ് റൺ ഇല്ലായിരുന്നെങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിനും ക്ലീൻ ആയിട്ട് 50 കോടി തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. OTTക്ക് ശേഷവും മികച്ച റെസ്പോൺസ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ വൈസ് ഈ ചിത്രങ്ങളൊക്കെ ആയിരുന്നു 50 കോടി ഡിസർവിംഗ് ആയിട്ട് കിട്ടാതെ പോയിട്ടുള്ള ചിത്രങ്ങൾ. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ചിത്രങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.